നിങ്ങൾക്ക് കിട്ടി. അതിൽ നിങ്ങൾ 100 ലക്ഷം രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. 21 ലക്ഷം രൂപ ചിലവാക്കാതെ പോകുമ്പോൾ എത്ര ശതമാനം പോയി? 119 ലക്ഷം എന്ന് പറയുന്നത് പദ്ധതി വിഹിതം മാത്രമല്ല, പഞ്ചായത്തിന്റെ ഗുണഭോക്തൃ വിഹിതവും പഞ്ചായത്ത് അനുദിന ഫണ്ടും ഒക്കെ പാടെ കൂടിയാണ്. അതിലെ പദ്ധതി വിഹിതം 82% ചെലവഴിച്ചിട്ടുണ്ട്. അതാണ് 82% എന്തുകൊണ്ടായി പോയി എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത്രയും നല്ലൊരു പഞ്ചായത്തിന് 90%, 100% ചെലവാക്കുന്ന പഞ്ചായത്തുകളില്ലേ? ശരി, ഓക്കെ. അംഗനവാടി നിങ്ങൾ ചെലവാക്കുന്ന തുകയ്ക്ക് മാറ്റമില്ല, പക്ഷെ എണ്ണത്തിൽ കുറഞ്ഞു വരിക. എന്തുകൊണ്ടാ 10-ന്ന് 3 എത്ര മൊത്തം അംഗനവാടി നിങ്ങൾക്ക്? മൊത്തം 30 അംഗനവാടി. 30. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ 1984 ആരംഭിച്ചപ്പോൾ 18 അംഗൻവാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് ആയിട്ട് വേൾഡ് ബാങ്കിന്റെ അസിസ്റ്റൻസോട് കൂടി തുടങ്ങിയ ബാക്കി അംഗൻവാടികളാണ് കൂടി നമുക്ക് 12 അംഗൻവാടികൾ വരികയും 30 അംഗൻവാടികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അതിൽ 23 അംഗൻവാടികൾക്ക് സ്വന്തമായി കെട്ടിടവും കൂടാതെ അവർക്ക് 18 അംഗൻവാടികളിൽ നമ്മൾ ഇലക്ട്രിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കണക്ഷൻ 30 അംഗൻവാടികളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്ത് പോഷകാഹാരമാണ് കൊടുക്കുന്നത്? കപ്പലണ്ടി മിഠായി, ഗ്രൗണ്ട് നട്ടും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതം നമ്മൾ നൽകുന്നു. ഓരോന്ന് കൊടുക്കും അല്ലേ? ഓരോന്ന് നമുക്ക് ഒരു 25 grams to 30 grams വരെ ഉണ്ടാവും. വെള്ളം കുടിക്കാൻ കൊടുക്കോ? അല്ല, കൂടാതെ നമ്മൾ പാല് പദ്ധതി നമുക്ക് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ആ പാലിന്റെ ഒരു ചെറിയൊരു പ്രശ്നം കാരണം നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നാലും കുട്ടികള് പാലും പ്രശ്നം നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു ചെറിയ പ്രശ്നം വന്നതുകൊണ്ടാണ്. പക്ഷെ അത് നമ്മൾ ഏകീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പഞ്ചായത്തിന് ഒരു വിധത്തിലും സഹായിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ പഞ്ചായത്തുമായിട്ട് നമ്മൾ അതൊരു ഇതിൽ ആലോചിച്ച് വരിക. എന്നാലും സർക്കാരിന്റെ നോംസ് വിട്ട് നമുക്കത് കൊട്ടേഷൻ വിളിച്ച് ചെയ്യുന്നതിൽ കൂടി പോയാൽ നമുക്ക് 1 രൂപ വരെ കൊടുക്കാനായിട്ട്. ഞങ്ങള് സന്ദർശിച്ച തിരുവനന്തപുരത്തെ പഞ്ചായത്തുകാരൊന്നും അങ്ങനെ ട്രാൻസ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. പഞ്ചായത്ത് നേരിട്ട് പാല് വാങ്ങി അവർക്ക് പാല് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കുള്ള നിങ്ങളുടെ ആശ്രയിലുള്ളത് നിങ്ങൾ ഫ്ലാറ്റ് വെച്ച് കൊടുക്കുന്നു 14 പേർക്ക്, 16 പേർക്ക് 70 പേരുണ്ട്. ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഭവനം? ഇതില് 70 പേരില് 19 പേർക്ക് സ്ഥലം ഉണ്ടായിരുന്നു. 2 സെന്റ് 3 സെന്റ് ഒക്കെ ഇങ്ങനെ സ്വത്തായിട്ട് കിട്ടിയതുണ്ടായിരുന്നു. അവിടെ നമ്മൾ വീട് നൽകി. മോളിൽ താമസിക്കുന്നവരെ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആരോഗ്യമുള്ളവർക്കാണ് മോളിൽ കൊടുക്കുന്നത്. എങ്ങനെയാ നിങ്ങൾ അത് തീരുമാനിക്കുന്നത്? കയറാൻ പറ്റാത്തവർക്ക് താഴ്ത്തും, അല്പം കയറാൻ പറ്റുന്നവർക്ക് മുകളിലുമായിട്ട്. ആശ്രയ പ്രവർത്തകർ ഉൾപ്പെട്ട ഗുണഭോക്താക്കളെ വിളിച്ചു ചേർത്ത് ഒരു യോഗം കൂടിയാണ് തീരുമാനിച്ചത്. ആർക്കൊക്കെ താഴെ വേണം മുകളിൽ വേണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ്. അത് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റോറാണ്, 2 നിലയേ ഉള്ളൂ. ഇതില് സാന്ത്വന ചികിത്സ നൽകുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഇത് വികേന്ദ്രീകൃതമായിട്ടാണ് ചെയ്യുന്നത്. കേന്ദ്രീകൃതമായൊരു സ്ഥലമില്ല എന്നുള്ള ഇതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ മോഡ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. നമ്മൾ വിവിധ പഞ്ചായത്തുകളുടെ ഒത്തിരി ആശ്രയം വേണ്ടി വരുന്നവരെ നമ്മൾ പാലിയേറ്റീവ് കെയർ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലാണ് നമ്മളത് തുടങ്ങിയിരിക്കുന്ന. സന്നദ്ധ സംഘടനകളെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഫണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് വാട്ടർ ബെഡ് കൊടുത്തിരിക്കുന്നു. ഏറ്റവും കിടപ്പ് രോഗികൾക്ക് വാട്ടർ ബെഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വാതന്ത്ര്യം എന്നോണം നമ്മൾ റിട്ടയർഡ് ആയിട്ടുള്ള ഡോക്ടർ, നേഴ്സ് അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പാലിയേറ്റീവായിട്ട് തുടങ്ങിയിരിക്കുന്നത്. PHCയുടെ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ വികസനത്തിന് വേണ്ടി പഞ്ചായത്ത് എന്താ ചെയ്തിട്ടുള്ളത്? പഞ്ചായത്ത് PHCക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചു തന്നു. പിന്നെ നമുക്ക് അവിടെ ഈ മത്സ്യം, അതായത് കൂത്താടികളെ കഴിക്കുന്ന മത്സ്യത്തിന് വേണ്ടിയുള്ള ഫിഷ് ടാങ്ക് ഉണ്ട്, ഗ്യാമ്പുച്ച ഫിഷ് ടാങ്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ്. പിന്നെ എല്ലാ വീടുകളിലും നമ്മൾ മൊസ്കിറ്റോ നെറ്റ് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. മരുന്ന് കൊടുക്കുന്നോ? മരുന്ന് ഇപ്പോൾ നമുക്ക് NAC കിട്ടിയെങ്കിൽ മാത്രമേ DMO എന്ന് NAC കിട്ടിയെങ്കിൽ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ പറ്റൂ. നമ്മൾ ഫണ്ട് പ്രോജക്റ്റ് വെച്ചതാണ്. പക്ഷെ അവിടെ ഇല്ലാത്ത മരുന്നേ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. ഇല്ലാത്ത മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ജാഗ്രതാ സമിതി? ജാഗ്രതാ സമിതി നേരത്തെ തുടങ്ങിയിരിക്കണു. അവിടെ കേസുകളൊക്കെ വരാറുണ്ടോ? 6 കേസുകളെ തീർപ്പാക്കിയിട്ടുള്ളൂ. 18 കേസുകൾ. ആകെ കേസുകൾ 18, തീർപ്പാക്കിയത് 6. എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം? കാലതാമസം നമ്മൾ പറഞ്ഞാൽ അത് വിളിച്ചു വരുത്തുമ്പോഴൊക്കെ ഓക്കെയാണ്. പിന്നെ വീണ്ടും എന്ത് ടൈപ്പ് കേസാ ഇത് തീർപ്പാക്കാൻ പറ്റാത്ത? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അങ്ങനത്തെ ഉള്ളൊരു ഇതൊന്നും വന്നിട്ടില്ല.
മിക്കവാറും അതിർത്തി തർക്കങ്ങളായിരിക്കും വരിക. നിങ്ങൾക്ക് കൈമാറിയ LP സ്കൂളുകൾ 8 ഉണ്ട് അല്ലേ? ഗവൺമെൻറ് LP സ്കൂളുകൾ 8 ഉണ്ട്. പഞ്ചായത്തിന്റെ അധീനത്തിലുള്ള പഞ്ചായത്ത് മാനേജ്മെന്റായ ഒരു LP സ്കൂൾ. ആ, മൊത്തം 10 LP സ്കൂളുകളുണ്ട് അല്ലേ? 2 അൺഎയ്ഡഡ്, ബാക്കി ഈ സ്കൂളുകളിലെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? അവിടെ നമ്മൾ ഇതിന്റെ SSIയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് മുമ്പ് എല്ലാ കമ്പ്യൂട്ടർ കൊടുത്ത പഞ്ചായത്താണ്. എല്ലാ LP സ്കൂളുകൾക്കും പഞ്ചായത്ത് കൊടുത്ത കമ്പ്യൂട്ടർ കൊടുത്ത പഞ്ചായത്താണ് കൊരട്ടി പഞ്ചായത്ത്. ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീട്ടിലെ പശ്ചാത്തലം കൊണ്ടൊക്കെ ആയിരിക്കും പഠന വീടുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? അതെങ്ങനെയാണ് നടക്കുന്നത്? അത് SSIയുടെ പ്രോജക്റ്റായിട്ട് നടക്കുകയാണോ? പഞ്ചായത്ത് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? SSIയുടെ പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ പഠന വീട് എടുത്തിരുന്നത്. പഞ്ചായത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ? പഞ്ചായത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് അവര് കൂടുന്ന കുട്ടികളെ? 5 മണി 7 മണി വരെ, 5 മണി തൊട്ട് 7 മണി വരെ. എത്ര എണ്ണം ഉണ്ട്? ഏത് ഭാഗത്താണ്? SI കോളനികളിലാണോ? എങ്ങനെയാണ് അതിന്റെ? ഇപ്പൊ കോളനി കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എത്ര പഠന വീടുകളുണ്ട്? ഇപ്പൊ ഒരു പഠന വീടേ ഉള്ളൂ. പഞ്ചായത്തിന് എല്ലാം കൂടി. അപ്പൊ ആ ചുറ്റുപാടുള്ള കുട്ടികളാണ് വരുന്നത്. കൂടുതൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ അവിടെ? കൂടുതൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ കുട്ടികൾ കൂടുതൽ വരുന്നുണ്ട്. അല്ല, അവിടെ പിന്നോക്കം നിൽക്കുന്ന എത്ര കുട്ടികളുണ്ട് എന്നുള്ളതിനെ പറ്റി 23 കുട്ടികളുണ്ട്. അതെ, അല്ല, മൊത്തം പഞ്ചായത്തില് എത്ര കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നു എന്നുള്ളതിനെ പറ്റി പഠനം വല്ലതും നടത്തിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും എല്ലാ HMമാരെ വിളിച്ച് നമ്മൾ എല്ലാ മാസത്തിലും PC കൂടാറുണ്ട്, പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി. അതെ. അപ്പൊ അതില് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ കൊഴിഞ്ഞുപോക്കൊന്നുമില്ല. കൊഴിഞ്ഞുപോക്കിൻ്റെ അല്ല, ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് 5ാം ക്ലാസ്സിൽ എത്തിയ കുട്ടികളിൽ പോലും ഒരു 30%-ലധികം കുട്ടികൾക്ക് കൂട്ടി വായിക്കാനും പ്രാഥമിക കണക്കുകൾ ചെയ്യാനും അറിയില്ല എന്നാണ്. അത് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യമാണ്. അപ്പം നമ്മുടെ പഞ്ചായത്തിനും അങ്ങനത്തെ കുട്ടികളുണ്ടോ എന്ന് അന്വേഷിച്ച് അവരെ ഒപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ ആലോചിക്കണം കേട്ടോ. ഈ കൊരട്ടി പഞ്ചായത്തിന് പല പ്രത്യേകതകളുമുണ്ട്. ഒന്നാമത്തെ, അവിടെ നെല്ല് കൃഷിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കൃഷിയാണ് അവിടെ തെങ്ങ് കൃഷി. അതുപോലെ തന്നെ പല സ്പൈസ് ക്രോപ്സും അവിടെ ഉണ്ട്, ജാതി. ഇത്തരം ക്രോപ്പുകളിലുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ മറ്റ് ഗവേഷണ വികസന സംഘടനകളുമായിട്ടുള്ള ലിങ്കേജ് എന്താണ്? ഉദാഹരണത്തിന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയായിട്ട് എന്തെങ്കിലും ജോയിൻറ്റ് പ്രോഗ്രാം ഉണ്ടോ? സ്പൈസ് ബോർഡുമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? കോക്കനട്ട് ബോർഡുമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? മറ്റ് പല പഞ്ചായത്തുകളും ഇങ്ങനെയുള്ള ജോയിൻറ്റ് പ്രോഗ്രാംസിലൂടെ, ജോയിൻറ്റ് കോൺട്രാക്റ്റിൽ കൂടെ പല കാര്യങ്ങളും നേടുന്നുണ്ട്. അതിനെല്ലാം സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഇടുക്കി, കൊരട്ടി. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ പഞ്ചായത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റും കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡും കൂടെ സംയോജിച്ച് കേടായ തെങ്ങ് വെട്ടിമാറ്റുന്നതിന്റെ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതുകൂടാതെ കർഷകർക്ക് വളം കൊടുക്കാനും പച്ചിലവള വിത്ത് കൊടുക്കാനും തെങ്ങ് വെട്ടിമാറ്റിയ സ്ഥലത്ത് പുതിയ തെങ്ങിൻ തൈ വെക്കുന്നതിനുള്ള തെങ്ങിൻ തൈകൾ കൊടുക്കാനുമുള്ള പദ്ധതി നാളികേര വികസന ബോർഡിന്റെ ഇന്റഗ്രേഷനോടുകൂടെ നടപ്പിലാക്കി വരുന്നു. പിന്നെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വഴി നമ്മൾ കർഷകർക്ക്, ഞങ്ങളുടെ തൊട്ടടുത്ത് ചാലക്കുടിയിൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമ്മൾ കർഷകർക്ക് ട്രെയിനിങ് ക്ലാസ്, സെമിനാറുകൾ നടത്താറുണ്ട്. ഓക്കെ. നമ്മുടെ കാർഷിക മേഖലയിലെ നേട്ടങ്ങളൊക്കെ ഉൽപ്പന്നം ഓരോ കൊല്ലമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര കോടി. ഇതിൽ ഇപ്പോൾ വിത്ത് വെറുതെ കൊടുക്കുന്നുണ്ട്, വളം വെറുതെ കൊടുക്കുന്നുണ്ട്, കുടുംബ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ ജോലി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ കൃഷിക്ക് ഉൽപ്പാദനം കൂടുകയാണ്. ഇതങ്ങോട്ട് നിന്നു പോയാൽ ഈ കൃഷി മേഖലയിൽ ഇപ്പോഴുണ്ടായ ഈ മുന്നേറ്റം നിലനിൽക്കുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? നെൽകൃഷി ഇപ്പം നമുക്ക് ചെയ്യുന്ന കർഷകർ തുടരും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സബ്സിഡി നിർത്തിയാലും, വെറുതെ വിത്ത് കൊടുക്കാതിരുന്നാലും, നമ്മളിപ്പോ വളം സബ്സിഡിക്കല്ല കൊടുക്കുന്നത്, 50% സബ്സിഡിക്കാണ് നമ്മൾ വിത്തും ബാക്കി ഉപകരണങ്ങളെല്ലാം കൊടുക്കുന്നത്. വിത്ത് മാത്രമേ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുള്ളൂ. ഉപകരണങ്ങൾ കൊടുക്കുന്നോ? എന്തെങ്കിലും മെഷീനറി? സ്പ്രേയേഴ്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഈ മെതിയന്ത്രം കൊടുത്തിട്ടുണ്ട്. ടില്ലറും ഒക്കെ അതിന് വാടകയൊന്നും ഈടാക്കുന്നില്ല? ഇല്ല. പ്രാക്ടിക്കലി 100% സബ്സിഡിയാണ്. അപ്പം അത്
പിന്നെ നേരത്തെ ഞാൻ കമ്പൾസറി ഡ്രൈ ഡേ പറഞ്ഞില്ലല്ലോ, എന്താ കാര്യം? കെട്ടിക്കിടക്കുന്ന മലിനജലം എലിമിനേറ്റ് ചെയ്യുക, അതാണ്. അതായത് അതല്ല കേട്ടോ, ഞങ്ങള് വിചാരിച്ചത് അതല്ല. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ അന്ന് മദ്യപാനമില്ല, ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ആരും കഴിക്കില്ല. അല്ല, അങ്ങനെ ചെയ്തോ? ഈ എല്ലാ വാർഡിലും എല്ലാ വീടുകളിലും ചെയ്യുക മാത്രമല്ല, നമ്മളൊരു 18ഓളം വീടുകൾക്ക് നോട്ടീസ് കൊടുക്കുകയും പബ്ലിക് ഹെൽത്ത് ആക്ട് അനുസരിച്ച് നോട്ടീസ് കൊടുക്കും. റബ്ബർ പ്ലാന്റേഷനിൽ എന്ത് ചെയ്തു? ഉപയോഗിക്കാത്ത ചിരട്ടകൾ കമ്മിറ്റ് ചെയ്യിക്കുക. ശരി, അങ്ങനെ എത്ര ദിവസം അത് പരിപാടി ചെയ്തു? ഇല്ല, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അല്ല, അങ്ങനെ ചെയ്തത് കൊണ്ട് കൊതുകുടെ വർധനവിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടായിരുന്നോ? വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ കൊരട്ടി പഞ്ചായത്തിൽ ഇപ്പൊ ചിക്കൻകുനിയ പടർന്നു പിടിച്ച സമയത്തും കൊരട്ടി പഞ്ചായത്തിൽ ചിക്കൻകുനിയ പടർന്നു പിടിച്ചില്ലായിരുന്നു. പ്രസിഡന്റ്, എങ്ങനെയുണ്ടായിരുന്നു 2ാം റൗണ്ട്? വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. ഇനി മാർക്സിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കാണ്. കാണാം മാഷെ. 15-ൽ 12, 15-ൽ 11.5, 10-ൽ 7.5, 10-ൽ 7.5, 10-ൽ 7.5, 10-ൽ 7.5. ഇനി പഞ്ചായത്ത് സന്ദർശനത്തെ അധികരിച്ചുള്ള മാർക്കാണ്. ആദ്യം അത് 20-ലാണ് മാർക്സ് ഉള്ളത്. 10 മാർക്ക് പഞ്ചായത്ത് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനും 10 മാർക്ക് ഓവറോൾ അസസ്മെന്റിനുമാണ്. ആദ്യമായി ചെക്ക് ലിസ്റ്റിന്റെ മാർക്ക് 10-ൽ 8.5. ഓവറോൾ അസസ്മെന്റിന് 10-ൽ 6 മാർക്ക്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് 90-ൽ 68 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KRT സ്പേസ് 10-ൽ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന മാർക്സ്. കേരളത്തിനകത്തു നിന്നും 537252 എന്ന നമ്പറിലും ഇന്ത്യയിൽ എവിടെ നിന്നും 567070 എന്ന നമ്പറിലും SMS അയക്കാവുന്നതാണ്. ഈ പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്ത് SMS അയക്കാനുള്ള സമയപരിധി ഇന്നു രാത്രി 9 മണി മുതൽ നാളെ രാത്രി 9 മണി വരെ മാത്രം. പണ്ട് കാലത്ത് വീടുകൾ മാലിന്യക്കൂടുകളായിരുന്നില്ല. കാരണം ചെറിയ ചില നാട്ടാചാരങ്ങൾ കൂടി പുറന്തള്ളാവുന്ന മാലിന്യങ്ങളെ വീടുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ബയോഗ്യാസ് പ്ലാന്റിന് പുറമെ പുതിയ ചില സാങ്കേതിക വിദ്യകൾ കൂടി വീടുകൾക്കായി നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം അത്രയധികമാണ് വീടുകളിൽ നാം ശേഖരിച്ചു വെക്കുന്ന അജൈവ മാലിന്യങ്ങൾ. സുസ്ഥിര വികസനത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ആവർത്തിച്ചുറപ്പിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു വികസന കഥയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം. കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.